ആകാശത്തിലൊരു വിമാനം എങ്ങനെ സ്ഥിരതയോടെ പറക്കുന്നു? കടലിലൊരു കപ്പൽ എങ്ങനെ മുങ്ങാതെ ഒഴുകുന്നു? ഈ രണ്ടിനും പിന്നിൽ ഭൗതികശാസ്ത്രത്തിലെ പ്രധാന ശക്തികളാണ് പ്രവർത്തിക്കുന്നത്. വിമാനം ആകാശത്തിൽ സ്ഥിരതയോടെ പറക്കുന്നതെങ്ങനെ? വിമാനം പറക്കുമ്പോൾ അതിനുമേൽ 4 പ്രധാന ശക്തികൾ പ്രവർത്തിക്കുന്നു. ലിഫ്റ്റ്, വിമാനത്തെ മുകളിലേക്ക് ഉയർത്തുന്ന ശക്തി. വെയ്റ്റ്, ഭൂമിയുടെ ആകർഷണബലം കാരണം താഴേക്ക് വലിക്കുന്ന ശക്തി. ത്രസ്റ്റ്, എഞ്ചിൻ മുന്നോട്ട് തള്ളുന്ന ശക്തി. ഡ്രാഗ്, വായുവിൻ്റെ പ്രതിരോധം കാരണം പിന്നിലേക്ക് വലിക്കുന്ന ശക്തി. വിമാനത്തിൻ്റെ ചിറകുകളുടെ പ്രത്യേക ആകൃതിയാണ് ലിഫ്റ്റ് സൃഷ്ടിക്കുന്നത്. ചിറകിൻ്റെ മുകളിൽ കൂടി പോകുന്ന വായു താഴേക്കാലം വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇതുവഴി മുകളിലെ മർദ്ദം കുറയുകയും താഴെയുള്ള മർദ്ദം കൂടുതലാകുകയും ചെയ്യുന്നു. ഈ മർദ്ദവ്യത്യാസമാണ് വിമാനത്തെ മുകളിലേക്ക് ഉയർത്തുന്നത്. വിമാനം സ്ഥിരതയോടെ പറക്കാൻ ലിഫ്റ്റ് വെയ്റ്റിനേക്കാൾ തുല്യമായോ അല്പം കൂടുതലായിരിക്കണം. അതുപോലെ ത്രസ്റ്റ് ഡ്രാഗിനെ മറികടക്കണം. ഈ 4 ശക്തികൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ, ബാലൻസ് തന്നെയാണ് വിമാനത്തെ ആകാശത്ത് സ്ഥിരതയോടെ നിലനിർത്തുന്നത്. കപ്പൽ മുങ്ങാതെ ഒഴുകുന്നതെങ്ങനെ? കപ്പൽ കടലിൽ മുങ്ങാതെ നിലനിൽക്കാൻ കാരണം ആർക്കിമീഡീസ് സിദ്ധാന്തം, ആർക്കിമീഡീസ് പ്രിൻസിപ്പിളാണ്. ഒരു വസ്തു വെള്ളത്തിലിടുമ്പോൾ അത് തള്ളിമാറ്റുന്ന വെള്ളത്തിൻ്റെ ഭാരം തുല്യമായ ഒരു മുകളിലേക്കുള്ള ശക്തി, ബോയന്റ് ഫോഴ്സ് ലഭിക്കും. കപ്പലുകൾ വളരെ ഭാരമുള്ളവയാണ്, എന്നാൽ അവയുടെ രൂപകൽപ്പന അങ്ങനെയാണ്. അവ വലിയ അളവിൽ വെള്ളം തള്ളിപ്പറത്തുന്നു. അതിനാൽ വെള്ളം കപ്പലിനെ മുകളിലേക്ക് തള്ളുന്ന ബോയന്റ് ഫോഴ്സ് കപ്പലിൻ്റെ ഭാരം തുല്യമായോ അതിലധികമായോ ആകുന്നു. കപ്പൽ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയതായാലും അതിൻ്റെ ഉള്ളിൽ ശൂന്യസ്ഥലങ്ങൾ, എയർ സ്പേസസ് ഉള്ളതിനാൽ മൊത്തത്തിലുള്ള സാന്ദ്രത, ഡെൻസിറ്റി വെള്ളത്തേക്കാൾ കുറവാകുന്നു. അതുകൊണ്ടാണ് അത് മുങ്ങാതെ ഒഴുകുന്നത്. അതിനാൽ വിമാനം ആകാശത്ത് നിലനിൽക്കുന്നത് വായുവിൻ്റെ മർദ്ദവ്യത്യാസവും 4 ശക്തികളുടെ സന്തുലിതാവസ്ഥയും കൊണ്ടാണ്. കപ്പൽ വെള്ളത്തിൽ നിലനിൽക്കുന്നത് ബൈൻഡ് ഫോഴ്സ് എന്ന മുകളിലേക്കുള്ള ശക്തിയുടെ കാരണമാണ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് കപ്പൽ എങ്ങനെ വെള്ളത്തിൽ മുങ്ങാതെ ഒഴുകുന്നുവെന്ന്, വിമാനങ്ങൾ എങ്ങനെ ആകാശത്തിൽ സ്ഥിരതയോടെ പറക്കുന്നുവെന്നാണ്. എന്നാൽ ഒരിക്കൽ എങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഭൂമി എങ്ങനെ അതേപോലെ സ്ഥിരതയോടെ നിലനിൽക്കുന്നു? ഭൂമി വലിയ ഗ്രഹമാണ്, എന്നാൽ അത് അന്തരീക്ഷത്തിൽ ഒഴുകുകയോ എങ്ങോട്ടും മറയുകയോ ചെയ്യില്ല. ഭൂമിയുടെ സ്ഥിതി, ഗ്രാവിറ്റേഷൻ, ആകർഷണശക്തി, സെൻട്രിഫ്യൂഗൽ ബലം, ഭൂമി ആക്സിസിലെ തുല്യത എന്നിവ ചേർന്ന് സ്ഥിരത നിലനിർത്തുന്നു. ഇതുകൊണ്ട് സമുദ്രങ്ങൾ, വായു, ഭൂമിയുടെ ഗതികളെല്ലാം നിയന്ത്രിതവും സുരക്ഷിതവുമാണ്. പ്രകൃതിയിലെ ഈ ഭൗതിക സാമ്യവും തുല്യതയും അത്ഭുതകരമാണ്. നമ്മളെ ജീവിതത്തിലേക്ക് സംരക്ഷിക്കുന്നതിൽ അനിവാര്യമാണ്. ഇതിനാൽ ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നു. എന്നാൽ ഭൂമി ഒരു ദിവസം തൻ്റെ ആകർഷണശക്തി, ഗ്രാവിറ്റേഷൻ നഷ്ടമാക്കുമെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായ കഥ ആയിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ മറുപടി നൽകുന്നതാണ്. ഇത്തരത്തിലുള്ള ലളിതമായി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.